ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന AI ഫോട്ടോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കിയാലോ. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെർച്ചിൽ ഗൂഗിൾ ജെമിനി ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യണം. അപ്പോൾ ജെമിനിയിൽ നിന്ന് സെർച്ച് ചെയ്താലും മതി. ഞാനിവിടെ നേരത്തെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെമിനിയിൽ നിന്ന് സെർച്ച് ചെയ്താലും മതി. നമുക്ക് ഗൂഗിൾ ജെമിനി ഓപ്ഷൻ വരും, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. അപ്പോൾ അതേ കണ്ടില്ലേ, ഇവിടെ നിന്ന് രണ്ടാമത്തെ ഗൂഗിൾ ജെമിനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പേജാണ് വന്നത്. അതിൽ ആസ്ക് ജെമിനിയും ഉണ്ട്, പിന്നെ പ്ലസ് ബട്ടൺ ഉണ്ട്. അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആസ്ക് ജെമിനിയിൽ നമ്മളൊരു പിക്ക് കൊടുത്തിട്ട് അത് എങ്ങനെയാണ് ക്രിയേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇംഗ്ലീഷിൽ. അത് കഴിഞ്ഞ് പ്ലസ് ബട്ടണിൽ നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യണം. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഫോട്ടോസിൻ്റെ അടിയിലും ഇതേപോലെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ക്രിയേഷൻ ചെയ്യണത്, അതെടുത്ത് കോപ്പി ചെയ്താലും മതി കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഇതേപോലെ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുക്കണം. അത് എഴുതിയതിൻ്റെ ക്രിയേഷൻ ചെയ്തത് എഴുതിയതും ഫോട്ടോയും കൂടി ഇല്ലേ, അതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഗൂഗിളിൽ ചെന്ന് ഈ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കണം. എഴുതിയതിൻ്റെ മാത്രം കോപ്പി എടുത്താൽ മതി, വേറൊന്നും കോപ്പി എടുക്കണ്ട കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ജെമിനിയിലോട്ട് തിരിച്ചു പോവാം. എന്നിട്ട് ജെമിനിയിൽ ചെന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത് ഇനി ജെമിനി ചെന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജെമിനി ഓപ്പൺ ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടടുത്ത് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിനി ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, ഓൾറെഡി നമുക്ക് കിട്ടിയല്ലോ. പ്ലസ് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ ഇമേജസ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഓരോ ഫോട്ടോ നമുക്ക് ക്രിയേഷനിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പെയറാണെങ്കിൽ 2 പേരുടെ ഫോട്ടോ, അല്ലെങ്കിൽ ഒറ്റക്കുള്ള ഫോട്ടോയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ കൂടി അയച്ചു കൊടുക്കാം. ഇപ്പം ഞങ്ങൾ പെയറായിട്ടുള്ള ഫോട്ടോ ആണ്, ഒരു മാരേജിൻ്റെ ചെറിയൊരു ക്രിയേഷനാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് ഞാൻ 100% ഒറിജിനൽ ഫേസ് നിന്ന് ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ചില ഫോട്ടോസിലൊക്കെ നമ്മുടെ തന്നെ മുഖച്ഛായ മാറും, വേറെ ആരുടെയൊക്കെയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കറങ്ങി അങ്ങനെ അവസാനം ഫോട്ടോ വന്നിട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊരു മാരേജ് പിക്കാണ് ക്രിയേഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം കമൻറ്റ് ചെയ്യണേ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ആപ്സിൽ നിന്ന്, ഇപ്പം ഞാൻ ത്രെഡ്സ് ആപ്പിൽ നിന്ന് ഇതേപോലെ നമുക്ക് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ത്രെഡ്സ് ആപ്പിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന കുറച്ച് ഓപ്ഷൻസ് നമ്മൾ ഇതിൽ നിന്നെടുത്ത് കളയണുണ്ട്. ഓപ്പൺ ജെമിനി, പിന്നെ അപ്ഡേറ്റ്, യൂസ് ദി പ്രൊമോട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ട് അത് ചെയ്യേണ്ട ഇതും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കളയണേ കേട്ടോ. അത് കളയുക. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ട് അടിയിൽ നമുക്ക് ഏകദേശം ഒറിജിനൽ ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു 100% ഒറിജിനൽ ഫോട്ടോ അല്ല സോറി ഫേസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വീണ്ടും കുറച്ച് നേരം ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്കൊക്കെ, ഇഷ്ടപ്പെട്ട പിക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ത്രെഡ്സിലൊക്കെ നമുക്ക് ഇതേപോലെ ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അവർ ചെയ്യേണ്ട ക്രിയേഷൻസ് അതിലെഴുതി ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ചിലവർ പിക്ക് മാത്രമായിട്ട് ഇടണുള്ളൂ. അവസാനം ഞാനിപ്പോൾ ട്രൈ ചെയ്ത പിക്ക് കറക്റ്റായിട്ട് കിട്ടിയേട്ടാ, വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഇതേപോലെ സാരി ഉടുത്ത ഒരുപാട് മോഡൽസ് പിക്കുകളാണ് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാവേ. അപ്പോൾ അതായത് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ത്രെഡ്സ് ആപ്പിൽ നിന്ന് ഞാൻ ഒന്നുകൂടി കയറി, ഇതേപോലെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ത്രെഡ്സ് ആപ്പിൽ. ഞാൻ അതിൽ നിന്നാണ് കൂടുതൽ എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ജെമിനി ആപ്ലിക്കേഷനിലോട്ട് പോവുക. അവിടെ നിന്ന് ഫസ്റ്റ് പ്ലസ്സോ അല്ലെങ്കിൽ ആസ്ക് ജെമിനിയോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ പിക്ചറാണ് കേട്ടോ സെലക്ട് ചെയ്യണത്. എന്നിട്ട് പിക്ചർ സെലക്ട് ചെയ്യാം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളൊരു വേറൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനാണ് കേട്ടോ പോണത്. അത് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ആവശ്യമില്ലാത്തത് ഇങ്ങനെ #ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ പോവും. അതൊക്കെ കുറച്ച് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഇതേപോലെ കളയണം. നമുക്ക് ആവശ്യമുള്ള മാത്രം ഇതിൽ മതി. ഇനി അവസാനം 100% ഒറിജിനൽ ഫോട്ടോ അല്ലെങ്കിൽ ഫേസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 100% ഒറിജിനൽ ഫേസ് എന്നാണ് കേട്ടോ ടൈപ്പ് ചെയ്യാൻ പോണത്. ചില ഫോട്ടോസിനൊക്കെ നമുക്ക് ചെറുതായിട്ട് ഫേസൊക്കെ മാറിയൊക്കെ വരും. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈപ്പ് ഇടാനായിട്ട് ശ്രമിക്കാം.
അത് കഴിഞ്ഞ് ഇതേ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോസ് വരും. അത് ജസ്റ്റ് അതുമ്പോൾ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് എന്നുള്ള ഓപ്ഷൻ വരും. സേവ് ചെയ്തെടുക്കുക. നമ്മുടെ ഗാലറിയിലോട്ട് നോക്കുക. ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഞാൻ കുറേ ഫോട്ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിക്കാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു ഫോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ട. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ.